പേടിക്കാണ്ട് വാ, ഓൻ കാര്യമായിട്ട് നോക്കിക്കോളും. ഓളുടെ ഉമ്മാന്റെ ഉമ്മാനെ നമ്മുടെ വാപ്പ അസലി കാജിക്ക് വലിയുപ്പ പെരുന്നാളിന് കൊടുത്താണ്. അതിന്നുണ്ടായ വിത്താണ്. എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ. ഈ കയറങ്ങോട്ട് പിടിച്ചോളീം, കായ് ഇങ്ങോട്ട് എടുത്തോളീം. കായ് എടുക്ക്, ഗുണം വരും. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. ഹാജിയാരെ ഞമ്മള് കണ്ടു. എന്ത് കണ്ട്? ഹാജിയാരുടെ പുതിയ ബീവി അവിടുന്ന് എത്തി നോക്കണത് ഇപ്പൊ നമ്മള് കണ്ടു. അമ്മയ്ക്ക് ഇഷ്ടായി, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. എന്താ അത് പോരെ? അത് മതി. ദേവയാനി ചേച്ചി എവിടേക്കാ? തന്റെ അമ്മയുടെ നായരോടക്ക്. അത് നടത്തം കണ്ടപ്പോഴേ മനസ്സിലായി. മാന്നാലും ഒന്നും കൂടെ മാറിക്കോ. ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ. മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ. എന്തിനാ പാപ്പി മറിച്ചു വെക്കണത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ? നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? തൊഴുതു കഴിഞ്ഞാൽ പൂവാടി മോളെ. ഇനി ഇവിടെ നിന്നാ വിവരക്കേട് ഇനിയും കേൾക്കേണ്ടി വരും. തീർന്നു, അച്ഛൻ മരിച്ചു. അയ്യോ, കുറച്ചു മുമ്പ് നിന്റെ അച്ഛനെ കണ്ടതാണല്ലോ. എന്റെ അച്ഛനല്ല, ഭാസ്കരേട്ടന്റെ അച്ഛൻ. നിക്കടാ, എന്താ കാര്യം? നമ്മുടെ തട്ടാങ്കോവല മരിച്ചു. തട്ടാങ്കോവല മരിച്ചു? വാ പോയി നോക്കാം. തട്ടാങ്കോവല മരിച്ചു. മരിച്ചോ? എപ്പോഴാ? ഇപ്പോ. എപ്പോഴാ മരിച്ചത്? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ വഴിപാട് നടക്കട്ടെ. ഇതൊന്ന് പിടിച്ചോളൂ. വഴിപാടുകാരൻ പോയ നിലയ്ക്ക് ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ തുള്ളുന്നേ? തിരുമേനി, എന്റെ ഭഗവതി, എന്താ എന്താ സംഗതി? നമ്മുടെ തട്ടാങ്കോവല മരിച്ചു. ഇങ്ങനെ കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക. ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ കേട്ടോ പണിക്കരെ. നിലത്തിറക്കി കിടക്കണം. കട്ടിൽ മറിച്ച് നേരം കിടത്താൻ പറ്റില്ല. എല്ലാരോടും ഒന്ന് പോവാൻ പറ. ഒന്ന് നിർത്തുന്നുണ്ടോ? മരിച്ചിട്ട് പോരെ നിലവിളി. ബഹളം വെക്കാനൊന്നുമില്ല, മൂപ്പരൊന്നും മയങ്ങിയതാ. കാവിൽ വെച്ച് കേട്ടപ്പോഴേ എനിക്കത് തോന്നി. ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഭഗവതി, ചങ്ക് പൊള്ളിപ്പോയി മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെ നിലവിളിക്കരുത്. എന്താടി ഇത്ര ചിരിക്കാൻ? ഇത് ചിരിക്കാനുള്ള സമയ? എന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി. സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ. പോട്ടെ ഭാസ്കര, പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല യോഗ. വല്ലാത്തൊരു യോഗ. ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും. ഒന്നങ്ങോട്ട് മാറുക. പണിക്കരെ, ഞാൻ ഇറങ്ങി. ഇനി ഇപ്പൊ പോയിട്ടെന്താ? തുള്ളി തീരുന്നതിന് മുമ്പ് ഓടി പോന്നതല്ലേ. ഇനിയുള്ളത് ഇവിടെ തന്നെ തുള്ളി തീർത്താ പോരെ? എവിടെ തുള്ളണം എന്നുള്ളത് വെളിച്ചപ്പാട് തീരുമാനിക്കും. പരിഹസിക്കരുത്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഏത് ഭഗവതിയും ഓടി വരും. പിന്നാണോ ഒരു വെളിച്ചപ്പാട്? അത് ശരിയാ. അയ്യോ, എന്റെ പശു.
എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? പശു 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 mbé mbé ഒന്നരക്കൊമ്പി mbé mbé. എന്താ വാപ്പി ഇത്? 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി. അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓടിയത്? അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു. ഇതിപ്പോ അതുപോലെ ഒരുത്തൻ ചത്തെടുക്കുമ്പോളാ ബസ്സുവിനെ കേട്ടാ നിൽക്കണേ. വഴിയുണ്ടാക്കാൻ കരയണ്ട, താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനേ വരും. ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു റിവേഴ്സിൽ വരും. ഓ, പോയ 3000ന്റെ കൂടെ എന്റെ ഒരു 10 ഉറുപ്പിക കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ. എന്നാ താനിരുന്ന് കരേ വരി നായരെ. അല്ല എന്താ നിറം? തന്റെ നിറം പോയിക്കോ അവിടുന്ന്. ഇനി അച്ഛൻ സുഖമായിട്ടൊന്ന് ഉറങ്ങ്, ക്ഷീണം മാറട്ടെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. എനിക്ക് കഷായം മതി. ഓ, ഒടുക്കത്തൊരു കഷായം. ഈ കഷായം കുടിച്ചു കുടിച്ചാ ജീവിതം തന്നെ കൈപ്പേറിയ ഒരു കഷായായി പോയത്. ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്, രണ്ടും മണത്തില്ലല്ലോ. ആയിട്ടിങ്ങൾക്ക് അറിയാതെ അത് വളർന്ന സ്ഥലം അതായി ആചാര ദൗത്യത്തിലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ച്. പോയതെന്തായാലും പോയി, നീ കയറും വിട്ട്. പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോ, നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്ത് ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് 2 മയവില്ലും കാണാം. കൊന്നുകളെ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും. നമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ 2 എണ്ണത്തിനെ നമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? 2 ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ നമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഹലോ എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവക്കും അന്നെ കാണാൻ നമ്മൾ സമ്മതിക്കില്ല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ തണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി. അതിന്റെ ഉള്ളിൽ കാണാം മയവില്ല്. 7 നിറത്തില്. പക്കെങ്കില് വെയില് വേണം. അല്ലോ സൂക്ഷിക്കണം. പെണ്ണുങ്ങളെ ചിരിയേക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്ന് അറിഞ്ഞാൽ അയാൾ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം, ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാലെന്താ? എന്നവാ, എനിക്ക് ആചാരം എന്തിനാ? പശുവിനെ കിട്ടിയാ മതി. ഇതിനകത്തില്ല. അയാളെ നമ്പാൻ പറ്റൂല, അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. വേഗം കയറിക്ക് ആചാരം നോക്കാം. അയ്യോ, ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ടല്ലോ. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ വീട്ടിൽ കള്ളന്മാരാ. അകത്തുപോ, ഈ അകത്തുപോ. എന്നെ അവർ കണ്ട